ഇവാമേ, ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങള് എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് ഞാൻ പോയില്ലായിരുന്നു. കല്യാണം അടിപൊളിയായിരുന്നു. അവൻ പറഞ്ഞ്, എന്റെ കൂട്ടുകാരൻ പറഞ്ഞ്, സ്വർണത്തിനൊക്കെ എന്നാ വിലയാ, പൈസ പ്രശ്നമായിരുന്നു. സ്വർണം വാങ്ങിക്കാൻ വേണ്ടി കടത്തിലാണ് എടുത്തത്. എന്ത് ചെയ്തിട്ടും പൈസ വെക്കുന്നില്ല. എന്നാ വിലയാ സ്വർണത്തിന്, 80,000 രൂപക്ക് മുകളിലായി സ്വർണ്ണമൊക്കെ. ഇങ്ങനെയൊക്കെ പോയ പാവത്തുങ്ങൾ എങ്ങനെ ജീവിക്കും? അത് കൂടുതലും ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരുടെ വീടുകളിലാണ് അവസ്ഥകൾ മനസ്സിലാക്കേണ്ടത്. കല്യാണം ഒക്കെ അത് തന്നെയാണ്. സാധനത്തിനൊക്കെ എന്നാ വിലയാണ്. അത് എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ ആൾക്കാർ എന്ത് ചെയ്യും മക്കളെ കെട്ടിക്കാനൊക്കെ? അവനിന്ന് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പാവത്തുങ്ങളുടെ ജീവിതം. മനസ്സിലാക്കിയിട്ട് നോക്കിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. എന്ന് വെച്ചാൽ 80,000 രൂപ ഒരു പവനൊക്കെ ഈ 1,000 രൂപയുടെ കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ ഈ 80,000 രൂപ എന്നുണ്ടാക്കി എടുക്കാനാണ്. പിന്നെ എന്തെങ്കിലും കടം വാങ്ങിച്ച് നടത്താം. അപ്പോഴേക്കും കടം കൂടുന്തോറും ഈ പാവപ്പെട്ടവർക്ക് തന്നെ പിന്നെയും പ്രശ്നം കയറുന്നു. പിന്നെ ഒരു മാർഗങ്ങളുണ്ട്. സ്ഥലത്തിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ച് അതിന്റെ അടവല്ലേ, അതിനും ബാങ്ക് കഴിയുമ്പോഴത്തേനും ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വന്നോളൂ. അതിന്റെ അടവല്ലേ, അത് പാവത്തുങ്ങൾക്ക് പ്രശ്നമാണ്. ഇതിപ്പോ സംഭവം വെച്ചാൽ ഭരിക്കുന്ന ഗവൺമെന്റ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സാധനത്തിനൊക്കെ വില കുറയും. എന്തോരം രൂപ ഇപ്പൊ കൂടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൈസയുടെ മൂല്യം കുറച്ചത് കൊണ്ടല്ലേ? അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്തായാലും ഈ സർക്കാർ ഇപ്പൊ ഓരോരുത്തർ ഭരിക്കാൻ വേണ്ടി കയറുമ്പോഴും അത് കുറക്കാം, ഇത് കുറക്കാം, പെട്രോളിന്റെ വില കുറക്കാം, സാധനങ്ങളുടെ വില കുറക്കാം എന്നൊക്കെ പറഞ്ഞല്ലേ കയറുന്നത്. പക്ഷെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? ഇത് അന്നന്ന് എല്ലെന്തോറും സാധനത്തിന്റെ വില ഇതല്ല. ഇത് പൈസക്കാർക്ക് ഇത് അറിയുന്ന ആവശ്യമൊന്നും ഇല്ല. ജനങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലെന്നേ. ഇപ്പൊ നമ്മള് ചേർത്തിൽ എന്ന് ഒരു സാധനം മേടിച്ചപ്പോ പിറക്കാത്ത് വെച്ചിട്ട് നമ്മൾ കച്ചവടക്കാർ ചെയ്യുന്ന എന്താണെന്ന് അറിയാം, അതിൽ ഇരട്ടി വിലക്കാണ് മറ്റുള്ളവന് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കടയിൽ നിന്ന് സാധനം, ഇപ്പൊ ഞാനിപ്പോ കമ്പോളത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ കുറെ കൃഷി ചെയ്ത് വിചാരിക്കുക, ഞാനിവിടുന്ന് അപ്പായിക്ക് സാധനം തരുമ്പോഴേക്കും അത് എന്റെ ലാഭം എടുത്തിട്ടല്ലേ തരത്തുള്ളൂ. അത് കടക്കാരെ വിൽക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. വെച്ചാൽ ഓടെ സാധനത്തിന്റെ വില കുറയ്ക്കണം. അതാണ് ഈ ഗവൺമെന്റ് നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ പാവത്തുങ്ങളെ ക്രൂശിച്ചിട്ട് അവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഇലക്ഷൻ വരാൻ നേരത്തെ അവര് പറയും ഇന്ന സാധനത്തിന്റെ വില കുറയ്ക്കുന്നു, ബാറുകൾ പൂട്ടാൻ പോകുന്നു. എന്നിട്ട് എന്ത് കാര്യം ഉണ്ടാകുന്നു? എത്ര ബാറുകൾ തുറന്നു, ഏതെത്ര കുടുംബം നശിച്ചു പോകുന്നു. അല്ല, അവർക്ക് നികുതി, പൈസയുടെ മൂല്യം കുറച്ചപ്പോ അവർക്ക് നികുതി കൂടിയാണ് ചെയ്തത്. മറ്റുള്ള സാധനത്തിനുള്ള വില കൂടിയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ പോയി കഴിയുമ്പോൾ കഴിഞ്ഞിടക്ക് ഓണത്തിന് വെളിച്ചെണ്ണയുടെ വില കേട്ടായിരുന്നു. ഈ പാവത്തുങ്ങൾ എങ്ങനെ വാങ്ങിച്ച് ഒരു പപ്പടം കഴിച്ചു? അത് ഈ സാധനത്തിന് വില കൂടുന്നതനുസരിച്ച് കൂലി കൂട്ടി കിട്ടിയാലും കുഴപ്പമില്ല. ശമ്പളക്കാർക്കൊന്നും പ്രശ്നമില്ല, അവർക്ക് ശമ്പളം കൂടും. പക്ഷെ കൂലിപ്പണിക്കാരെന്ത് ചെയ്യും? പക്ഷെ അവരെയും പറയാൻ പറ്റത്തില്ല. ഈ ശമ്പളം ഈ ബാങ്കിന്റെ എന്തുമാത്രം ലോൺ എടുത്തവരുണ്ടാവും, അതും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും ജീവിതം കഷ്ടപ്പാട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതികാര വിദ്യ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് തന്നെ ഒരു കറക്റ്റ് നിയമം കൊണ്ടുവരണം. എല്ലാത്തിന്റെയും ഓടെ വില കുറയ്ക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയാല് ഇനി ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ പിള്ളേരും ഇന്ത്യ വിട്ട് പോവുക. കാരണം ഇവിടെ ജോലിയും ഇല്ല, പൈസയും ഇല്ല. നേഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ കിട്ടുന്ന 20,000 രൂപ. ജോലി ചെയ്താൽ തന്നെ കറക്റ്റ് കാശ് കിട്ടത്തില്ല. കുറഞ്ഞ രീതിയിൽ ശമ്പളം കിട്ടിയിട്ട് വലിയ സാധനത്തിന് വല്ലപ്പത്തിന് ആ പൈസ എല്ലാം തീരും. ഒരു പെങ്കൊച്ചിന് 20,000 രൂപയോ 18,000 രൂപ കിട്ടിയാലൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. പിന്നെ മാതാപിതാക്കന്മാര് എന്തെങ്കിലുമൊക്കെ കൂട്ടിയും പറിച്ചൊക്കെ വെച്ചാണ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവര് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോഴും പിന്നെയും എന്തെങ്കിലും ആവശ്യം വരാൻ നേരത്തെ ഈ സാധാരണക്കാർ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ തന്നെയാണെങ്കിൽ ഇന്ന് കല്യാണം നടന്ന ചെറുക്കന്റെ വീട്ടിലെ അവസ്ഥ, അവനൊരു 5 വർഷത്തേക്ക് മൊത്തം കടത്തില്ല, പ്രമാണം ബാങ്കിൽ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടമെടുത്തേക്കുന്നു. ഇനി അവന്റെ ലൈഫിൽ എന്തുണ്ടാകും? അവന് ബാക്കിയായിട്ട് മൊത്തം കടമായിരിക്കും. ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയൊക്കെ കൊടുക്കുന്നില്ല. ഇത് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം. അത് ഇവരുടെ ചർച്ചയിലല്ലേ എല്ലാ പ്രശ്നങ്ങളും തീരും. നിത്യോപയോഗ സാധനത്തിന്റെ വില കുറച്ചാൽ മതി. അപ്പൊ സാധാരണക്കാരന്റെ കയ്യിലും കാശ് വരും. ഇത് നമ്മള് 1000 രൂപ ജോലിക്ക് പോയി കിട്ടിയാൽ നമുക്ക് 1 രൂപ മീതി വെക്കാൻ പറ്റുന്നുണ്ടോ? കംപ്ലീറ്റ് കാശ് സന്ധ്യ ആകുമ്പോ തീരുവാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേല ചെയ്തെങ്കിൽ മാത്രമേ കഴിയാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് വിലയാണ് കടകളിലൊക്കെ സാധനത്തിന്. നമുക്ക് അങ്ങനെ നടക്കുന്നില്ലല്ലോ. 1000 രൂപയും കൊണ്ട് നമ്മൾ ജോലിയും കഴിഞ്ഞ് 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കടയിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ 2-3 കൂട്ടം സാധനം മേടിക്കുമ്പോൾ തന്നെ 500 രൂപയാകുകയാണ്. പിന്നെ 500 രൂപ, പിന്നെ 200 രൂപക്ക് മീനും കൂടിയൊക്കെ മേടിച്ചു കഴിയുമ്പോൾ 700 രൂപ തീർന്നു. ബാക്കി 300 രൂപ കൂട്ടി വെച്ചിട്ട് എന്ത് മുതലാകാൻ? പെട്രോൾ അടിക്കണ്ട്. പെട്രോൾ 100 രൂപ പെട്രോൾ.
ഇത് ഏറ്റവും കൂടുതൽ ഈ പാവത്തുങ്ങളെയാണ് പ്രശ്നം വന്നത്. ഇപ്പോൾ ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്കാണ്. പിന്നെ അവരെ സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നേറി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അല്ല ഞാൻ നോക്കിയിട്ട് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാവപ്പെട്ടവൻ എങ്ങനെ ജീവിച്ചാലും എങ്ങനെ ജോലി ബിസിനസ് ചെയ്താലും ചെയ്യുന്നവര് അവരുടേതായ പ്രോഫിറ്റ് നോക്കിയിട്ട് അവര് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ശരിക്കും ആൾക്കാര് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തൊന്നും പറയാഞ്ഞിട്ട്. അത് ഇപ്പോഴത്തെ കാലഘട്ടം ഉണ്ട്, നാണക്കേടാവത്തില്ലേ? ഇപ്പൊ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നാണക്കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീടിന്റെ അകത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും. എന്തോരം ആൾക്കാർ കരയുന്നുണ്ടെന്ന് അറിയാവോ? എന്തോരം ആൾക്കാർ ഒരുപാട് ഞെരുങ്ങുന്നുണ്ടെന്നേ. ഈ ഞെരുങ്ങി വരുമ്പോഴാണ് ഈ മനുഷ്യൻ ജീവിക്കാണ്ടെന്നും പറഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. എന്തോരം ആത്മഹത്യകളൊക്കെ നടക്കുന്നത്. കർഷകർ പോലും, അവർക്ക് പോലും കൃഷി ചെയ്തിട്ട് അവരാണ് സത്യം പറഞ്ഞാൽ അവരാണ് നമ്മളുടെ ഒരു എന്തുവാണ് ബാങ്കിൽ നിന്നൊക്കെ തന്നെ ലോൺ അടക്കാവുന്ന കണ്ടോണ്ടായിരിക്കും ചിലപ്പോ ലോൺ എടുക്കണത്. പക്ഷെ അത് ആ ലോൺ തീർന്ന് വീടിന്റെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു അസുഖം വരുന്നത്. അപ്പൊ അത് അടക്കാൻ പറ്റത്തില്ല. കുറച്ചു നാള് കഴിയുമ്പോ സാധാരണക്കാരന്റെ ഒരു ആഗ്രഹമാണ് ഒരു വീട് വെക്കുന്നത്. അതിപ്പോ എന്താണ് ഒട്ടുമിക്ക എല്ലാവരും നേരെ പോയി എടുക്കുന്നത്. ഇച്ചിരി വരുമാനം എന്തെങ്കിലും ഇവിടുന്ന് 10,000 10,000 രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞ് നേരെ പോയി ബാങ്കിൽ നിന്ന് പ്രമാണം വെച്ച് ലോൺ എടുക്കും. അത് വേറെ എന്തെങ്കിലും ആ പൈസ കറക്റ്റ് അടച്ചു പോയില്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ എടുത്ത് വീടിന്റെ പണിയൊക്കെ തീരുമ്പോഴായിരിക്കും ചിലപ്പോ ഒരു രോഗം വരുന്നത്. അപ്പോഴത്തേക്കിനും അവർക്ക് അടക്കാൻ പറ്റുക. അപ്പൊ അവര് കാണുന്നതാണ് ആത്മഹത്യ. ഇതിപ്പോ എന്താ പറയാ സംഭവം, GST കുറയ്ക്കണം, CST അങ്ങനെയുള്ള മൊത്തം സാധനം കുറച്ചിട്ട് പെട്രോളിന്റെ വിലയും കുറച്ച് സാധനങ്ങളുടെ വില കുറക്കണം. ഈ ഇങ്ങോട്ട് കയറി പോവാന് ഇപ്പൊ അടുത്ത വരുന്ന ഗവൺമെന്റും പറയും എന്തുവാണ് ഇന്നത്തിന്റെ വില കുറക്കാന്ന്. എവിടെ ഒന്നും നടക്കത്തില്ല, ചുമ്മാ ഇങ്ങനെ ഇവന്മാര് പറയുന്നേ ഉള്ളൂ. ഇപ്പോഴും ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് തന്നെ കടമെടുത്താൻ കൊടുത്തത്. ആ കടവും നമ്മൾ തന്നെ വിട്ടണ്ടേ? നമ്മുടെ പിന്നെയും ഇതിന്റെ നമ്മുടെ ഒരു ശതമാനം പേരെടുക്കണതിന്റെ വീണ്ടും അവിടെ പിടിച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്തുവാണ് ഇന്ത്യ മുന്നേറണമെങ്കിൽ നമ്മുടെ ഒരു വിഹിതം കൊടുക്കണം. പക്ഷെ അതും അതിൽ നിന്നും കക്കിയാണെന്നേ, അതാണ് വിഷയം. അതെ, ഈ നിലക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല ഇപ്പൊ അത്യാവശ്യമായിട്ട് ഈ സ്വർണത്തിന്റെ വില 80,000 രൂപ എന്റെ ജീവിതത്തിലാക്കിട്ട് ഞാൻ കേൾക്കുന്നത്. 80 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ 80-ന് മുകളിലായിരുന്നോ തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെ പോയാൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോ സ്വർണത്തിന് 2 ലക്ഷം രൂപ വരും. കല്യാണം ഉണ്ടാവില്ല. ഒരു പെൺകുച്ചിനെ പങ്കിടാൻ പറ്റിയത്. ഈ വരുന്ന ദുരിതം എല്ലാം സഹിക്കുന്നത് ഈ പാവപ്പെട്ടവര്. അല്ല അവർക്കാണ് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ളവരുടെ കയ്യിലൊക്കെ പൈസ ഉള്ളത് കൊണ്ട് അവർക്ക് 80 ലക്ഷങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ബാധ്യത. ഒരു പവനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മീഡിയം ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഒരു 10 പവന്റെ സ്വർണ്ണം സ്ത്രീധനം വേണമെന്ന് വല്ലതും പറയുകയാണെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കുന്നത് കുറ്റകരമാണ്. എന്നാലും നാട്ടുകടമൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. 10 പവനെന്ന് പറഞ്ഞു രൂപ 8 ലക്ഷം രൂപയായി. അതിനെന്ത് ചെയ്യും? ഉള്ളവർക്കും പണിയാണ്, ഇല്ലാത്തവർക്കും പണിയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാണ്. അതായത് എല്ലാം സർക്കാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. എവിടെയായിട്ട് അവരൊന്ന് പറഞ്ഞ് തീരുമാനിച്ചാൽ മതി. അവരുടെ യോഗത്തിൽ പറഞ്ഞാൽ മതി. നിത്യോപയോഗ സാധനത്തിനും സ്വർണത്തിനും എല്ലാ സാധനത്തിനും വില കുറച്ച് ഇടാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവരവരുടെ കീശ വീർപ്പിക്കാനുള്ള പരിപാടി മാത്രമേ എല്ലാവരും നോക്കത്തുള്ളൂ. അല്ലാതെ സ്വയമേ സ്വന്തം കാര്യം നോക്കാൻ എല്ലാവരും മുതിരത്തുള്ളൂ. അല്ലാതെ എന്തു പറയാനാ, സാധാരണക്കാരന്റെ അവസ്ഥ എന്ന് ഇതൊക്കെ തന്നെയായിരിക്കും. മുമ്പോട്ടും ഇതൊക്കെ തന്നെ, എപ്പോഴും ഇതൊക്കെ തന്നെ. ഇനിയവനായിട്ട് പോയി കഴിഞ്ഞാൽ നിക്കക്കൊള്ളില്ലാതെ വരും. ഇങ്ങനെ ഒരു പ്രായം കൂടി ആയിക്കഴിഞ്ഞ് വേല എടുക്കാൻ പറ്റുന്ന നിവൃത്തിയില്ല വരുമ്പോ അവന് അവിടെ ഒരിടത്തും കിടഞ്ഞ് വളഞ്ഞുകൂടി അവിടെ കിടക്കി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. അവന് ഗുളിക മേടിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളൊരു സാധനം മേടിച്ച് അവന് നിത്യോപയോഗം എല്ലാം ചെലവാക്കാൻ പറ്റത്തില്ലാതെ വരുമ്പോഴാണ് അവന്റെ കണക്കൂട്ടിലും വീട്ടിലുള്ളവരുടെ കണക്കൂട്ടിലെല്ലാം തെറ്റുന്നത്. ആരെങ്കിലും 10 രൂപ കൊടുക്കുക, അപ്പൊ ജീവിക്കേണ്ടെന്ന് അവൻ ജീവിക്കാണ്ടെന്ന് വെക്കുക. അതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഭൂമിയിൽ ജീവിച്ച ആഗ്രഹം തീരുന്നവരാരും അല്ലേ ഈ ആത്മഹത്യ ചെയ്യണത്? അല്ലെ? അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. അവർക്ക് ജീവിക്കാൻ പറ്റാതെ ജീവിക്കാൻ ആഗ്രഹം ഇല്ലാന്നിട്ടില്ല, അവരുടെ മനസ്സിലുള്ള കാര്യം നിറവേറ്റാൻ പറ്റുന്നില്ല. ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. അല്ലാതെ ആർക്കും ജീവിതം മടുത്തിട്ട് അപ്പോഴും മറ്റു കൂടെ നിൽക്കുന്നവരെ പറ്റി ചിന്തിക്കുന്നില്ലേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരവും ഇല്ല. അല്ല, ഇത് ചെയ്യുന്ന കാര്യം ഇതല്ലേ, ജീവിത പ്രശ്നമല്ലേ നമ്മുടെ മുൻ പ്രശ്നം. ബാങ്ക് ജപ്തി ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ തന്നെ സാമാന്യം ജീവിക്കുന്നവർ ഉടനെ തന്നെ കയറെടുത്തിനകത്തേക്ക് തോന്നും. അതൊക്കെയാണ് നാണക്കേട് കാരണം. പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, പറഞ്ഞോണ്ടിരിക്കാന്നല്ലാതെ ഇതിനൊരു പോകുംവഴി എടുക്കാനുള്ള ആൾക്കാർ അധികൃതർ കണ്ണടച്ച് വെച്ചേക്കുക. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും. ഈ പോക്കാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഇനിയും ദയനീയമായിരിക്കും.
ഇപ്പോൾ ഈ സമയം ഈ ഇപ്പൊ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് കേരളത്തില് മാക്സിമം ഒരു 40-50% ആൾക്കാർ പുറത്താണ് ഇപ്പൊ. ഇന്ത്യക്ക് പുറത്ത് പോയിരിക്കുകയാണ്. കേരളത്തിൽ ജോലിയൊന്നും ഇല്ലല്ലോ. ഇന്ത്യക്ക് പുറത്ത് പോയിരിക്കുകയാണ് പിള്ളേരിൽ. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഇന്ത്യയിൽ ആരും കാണത്തില്ല, പിള്ളേർ സെറ്റ് ആരും കാണത്തില്ല. +2 വരെ എങ്ങനെയും പഠിക്കും. അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കോഴ്സും പഠിച്ച് എല്ലാവരും പുറത്ത് പോകത്തില്ല. കാരണം ഇവിടെ നിന്ന് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് കുറെ ബാക്കി പ്രായമായൊരു കേരളത്തിലെ ഇന്ത്യയിലെ കാണും. അങ്ങനെ പോകുമ്പോഴാണ് എല്ലാ കണക്കുള്ള ഒരാൾക്കെല്ലാം തെറ്റുന്നത്. നിലവില് ആരെങ്കിലും ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകും. നമുക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നല്ലതുപോലെ ജീവിക്കുക, നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. കടം വാങ്ങിക്കാൻ പോകാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. കടം വാങ്ങിച്ച കടം തലമാകത്തില്ല. എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ.